തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യ പാപം ചെയ്തു കഴിയുന്ന ആദത്തിൻ്റെ അടുത്ത് ദൈവം എത്തുമ്പോൾ ആദം ഇങ്ങനെ പറയുക, ഞാൻ ഒളിച്ചിരുന്നതാണ്. ആദ്യത്തെ കൊലപാതകം ചെയ്യുന്ന കായൻ പറയുക, ഞാൻ ഒളിച്ചിരുന്നതാണ്, ഞാൻ ഇനി ഭൂമിയിൽ ഒളിച്ചു നടക്കേണ്ടി വരുമെന്ന്. ഇങ്ങനെ ഒരു ഒളിച്ചു നടത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. ഒരു ഉൾവലിവ്. ദൈവം നമ്മുടെ ഉള്ളിൽ പിന്നെയും നന്മകൾ കാണുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് പാപം ചെയ്തു കഴിഞ്ഞ് ശിക്ഷിക്കേണ്ടി വരുന്ന ദൈവം യഥാർത്ഥത്തിൽ അവർക്കൊരു വാഗ്ദാനം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് വരുന്നത്. നിൻ്റെ സന്തതി അവൻ്റെ സന്തതിയുടെ തല തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു വാഗ്ദാനം കൂടിയാണ് ദൈവം കൊടുക്കുന്നത്. തൻ്റെ സഹോദരനെ കൊല ചെയ്ത കായൻ്റെ നെറ്റിത്തടത്തിൽ അടയാളം ഇട്ടുകൊണ്ട് ഇങ്ങനെ പറയുക, തന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി ദൈവം അവനൊരു അടയാളം ഇട്ട് കൊടുത്തു. എങ്കിൽ എല്ലാ മനുഷ്യൻ്റെയും ഉൾവലുവിന് മേലെ ദൈവം പിന്നെയും കൃപ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം എന്ന് പറയും, അബ്രഹാം, നിനക്ക് ഞാൻ പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കുമെന്ന്. എന്നാൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അബ്രഹാം ഇങ്ങനെ പറയുക, ദൈവമായ കർത്താവെ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ ഏലിയാസറാണ് എൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ അവകാശിയായി തീരുക എന്നൊക്കെ. ദൈവം അവനെക്കുറിച്ച് കാണുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പിന്നീട് അവനോട് ഇങ്ങനെയാണ് പറയുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, അവയുടെ എണ്ണമെടുക്കാൻ നിനക്ക് സാധിക്കുമോ? ദൈവം അത്ര മനോഹരമായ പദ്ധതികൾ കണ്ടുവയ്ക്കുമ്പോഴും തനിക്കില്ലാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണ് അബ്രഹാമിന് പോലും പരാതി. അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കും, ഈശോ ഗനേസറത്ത് തടാക തീരത്തുകൂടി നടന്നു പോകുമ്പോൾ 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പത്രോസ് നിരാശനായിട്ട് നിന്ന് വല കഴുകുകയാണ്. ഈശോ പറയുന്നത്, നീ ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക എന്നതാണ്. എല്ലാ നിരാശകളുടെ മധ്യേ ദൈവം നമ്മുടെ മുമ്പിൽ വന്നു നിന്നിട്ട് പ്രത്യാശ മാത്രമാണ് തരിക. പ്രത്യാശയെക്കുറിച്ച് മാത്രമാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നന്മകളെക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു ഗാനത്തിൻ്റെ വരികൾ ഇങ്ങനെ പോകുന്നത്, നീ ബലവാനാണെങ്കിലും ബലഹീനനാണെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ എത്ര പാപിയാണെങ്കിലും നീ എത്ര വിശുദ്ധനാണെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ പാപിയാണെങ്കിലും വിശുദ്ധനാണെങ്കിലും ഒരുപോലെ നിൻ്റെ മേൽ ദൈവം കൃപ ചൊരിയുന്നു. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ പ്രത്യാശാഭരിതമാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പിഴവുകളെക്കുറിച്ച് ഒത്തിരി ഉൾവലിയാതെ ദൈവം എന്നെക്കുറിച്ച് ആകാശത്തോളം വിശാലമായ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രത്യാശയോടുകൂടി ജീവിക്കാനുള്ള കൃപയായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്.